നത്തിങ് ശങ്കർ കരിരണ്ട് പൈസ എങ്ങനെയുണ്ട് പടം? പടത്തിലൊന്നുമില്ല ബേസ് പണ്ട് തൊട്ടേ കാണുന്ന കഥ തന്നെ, ഒരു മാറ്റമില്ല. ചുമ്മാ പൈസ വീണ്ടും തേച്ചു. ബ്രോ എങ്ങനെയുണ്ട് ഓടല്ലേ? എങ്ങനെയുണ്ടായിരുന്നു സിനിമ? പട ശങ്കറിന്റെ എല്ലാ പടവും മിസ് ചെയ്ത് പകുതി മുതലൻ സിനിമ തന്നെ ഫുള്ള്. ശിവാജിയെ കൊണ്ടുപോകത്ത് ശിവാജി കുറച്ച് മുതൽവനാണ് കൂടുതലായിട്ടുള്ളത്. ആ സെയിം സിനിമ തന്നെ, കുറച്ച് വ്യത്യാസം അത്രേ. ബോംബ് തന്നെ. ഇന്ത്യൻ 2 പോലെയല്ല, ഈ പടം ഒരു ആവറേജ് ഉണ്ട്. പക്ഷേ ശങ്കറിന്റെ ആ പഴയ ഒരേ സ്റ്റൈല്, പുതിയതായിട്ട് ഒന്നുമില്ല. ആ പഴയ സ്റ്റൈല് മാത്രമേ ഉള്ളൂ. ബ്രോ എങ്ങനെയുണ്ട് പടം? കരഞ്ഞോണ്ട് പോകും. ബ്രോ എങ്ങനെയുണ്ട് പടം? പറ്റില്ല, അത്ര ഒന്നുമില്ല. മേക്കിംഗ് മാത്രം കൊള്ളാം, വേറെ ഒന്നുമില്ല പടത്തിന്. സ്റ്റോറിയൊക്കെ ക്ലീശയാണ്. ഇന്ത്യൻ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആണ്. എന്നാലും വലിയ ഇതില്ല, സ്റ്റോറി പ്രഡിക്റ്റബിൾ ആണ്, വലിയ ഇതൊന്നുമില്ല. അല്ല ഇത് പക്ഷേ CM ആകുന്നു, ഇതൊക്കെ തന്നെ നോർമലി ക്ലീശ സാധനം. മേക്കിംഗ് കൊള്ളാം, മേക്കിംഗ് നൈസ് ആയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് വിഷ്വൽ നൈസ് ആയിട്ടുണ്ട്. 75 കോടിയുടെ ഒരു പാട്ട് എടുത്തിട്ടുണ്ട്, അത് കുഴപ്പമില്ല എന്ന് പറയാം. വേറെ അങ്ങനെ ഒന്നുമില്ല പടത്തിനകത്ത്. പടം ജസ്റ്റ് ചുമ്മാ ഇരുന്ന് കാണാൻ വേണ്ടി കാണാം, അല്ലാതെ ഒന്നുമില്ല പടത്തിൽ. ആളുകൾ പറക്കണ്. അപ്പൊ ശങ്കറിന്റെ ബോംബ് പരിപാടി തന്നെ, ബോംബെ തന്നെ. എങ്ങനെയുണ്ട് പടം? സിനിമ എങ്ങനെയുണ്ടായിരുന്നു പടം? എങ്ങനെയുണ്ട് പടം? ഗുഡ് ഇഷ്ടപ്പെട്ട് ഞാൻ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടു, അത്രേ ഉള്ളൂ. എങ്ങനെയുണ്ട് രാംചരണൊക്കെ? രാംചരൻ കൊള്ളായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എപ്പോഴും പോലെ നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു. എപ്പോഴും എനിക്ക് എല്ലാ പടവും ഇഷ്ടപ്പെടാറുണ്ട് സാധാരണ, അതുപോലെ ഇഷ്ടപ്പെട്ടു. എനിക്ക് വേറൊന്നും പറയാനൊന്നുമില്ല. ಸೂಪರ್ ಉಂಟು. ಸಾಂಗ್ಸು, ಬ್ಯಾಕ್ಗ್ರೌಂಡ್ ಸ್ಕೋರು, ಶಂಕರ್ ಡೈರೆಕ್ಷನ್ ಮಾರ್ಕಿಂಗ್ ಎಲ್ಲ ಉಂಟು. ಅದು ಒನ್ ಮ್ಯಾನ್ ಶೋ ರಾಮ್ಚರಣ್. സാധാ ശങ്കറിന്റെ പടം, ഒരു കറപ്ഷൻ വരുന്നു, അതിന്റെ ഒരു സ്ഥിരമുള്ള സാധനം തന്നെ. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല, സെക്കൻഡ് ഹാഫ് ഭയങ്കര ലാഗ്. എന്താണ് ഇഷ്ടപ്പെട്ടെന്നാണ് പറഞ്ഞത്? ഇപ്പൊ ഇറങ്ങിയവരെല്ലാം നെഗറ്റീവാണ് പറഞ്ഞിട്ട്. എന്ന് വെച്ചാൽ ആവശ്യമില്ലാതെ കുറെ പാട്ട്, ചുമ്മാ കുറെ പാട്ട് സീക്വൻസും ഡാൻസ് സീക്വൻസും ചുമ്മാ ആവശ്യമില്ലാതെ കുറെ ഉണ്ട്. പിന്നെ കണ്ടോണ്ടിരിക്കാം. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല. നമ്മുടെ ഇന്ത്യൻ 2 ക്ഷീണം മാറും, അതാ കാണുന്നത് നമ്മൾ ക്ഷീണിക്കും. സെക്കൻഡ് ഹാഫ് ആകുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒരു ടിപ്പിക്കൽ ഒരു തെലുങ്ക് മൂവി പോലെ, ജസ്റ്റ് ചുമ്മാ കണ്ണു തോന്നുന്ന അടി അടിക്കുമ്പോ പറക്കുക, അതൊക്കെ ഉള്ളൂ, വേറെ നല്ലതൊന്നുമില്ല. എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, കൊള്ളാം. ശങ്കറിൻ്റെ സിനിമ നോർമലായിട്ടുള്ള എല്ലാ സിനിമയും പോലെ തന്നെ, പക്ഷേ ഇന്ത്യൻ 2-നെക്കാട്ടി കൊള്ളാം. അങ്ങനെയൊന്നുമില്ല, നോർമലായിട്ടാണ്, പക്ഷെ സിനിമ കൊള്ളാം, കണ്ടുകൊണ്ടിരിക്കാം. ബോറിംഗ് ഒന്നുമില്ല. ശങ്കറിന്റെ സിനിമ എന്ന് പറയത്തില്ല, കുഴപ്പമില്ല. ശങ്കറിന്റെ സിനിമ പറയൂല, ആവറേജ്. അത്യാവശ്യം തിരക്കില്ലാത്തൊരു പടമായിരുന്നു. ശങ്കറിൻ്റെ ഡയറക്ടറിൻ്റെ ഒരു പഴയ ഫിലിമോഗ്രഫിയും ഡയറക്ഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ ലെവൽ വന്നിട്ടില്ല. ബട്ട് ഐ ഷുഡ് റീസെൻ്റ് ഇറങ്ങി ഇന്ത്യൻ 2-നെക്കാട്ടി മച്ച് ബെറ്റർ ആയിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ല. ഐ മീൻ ഞാൻ പറയില്ല, ശങ്കർ ഡയറക്ടർ നിനക്കാൾ എന്നിട്ട് ചെയ്യാൻ പറ്റും. ബട്ട് ദെൻ കമ്പയർ ടു ഇന്ത്യൻ 2 ഈസ് ബെറ്റർ ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ 2 മോശമായത് തന്നെ ഈ പടമൊക്കെ എടുത്തുകൊണ്ടായിരിക്കും. പുള്ളി എനിക്ക് തോന്നുന്നു ഗെയിം ചേഞ്ചർ ആയിരിക്കും മൊത്തത്തിൽ ചെയ്തുകൊണ്ടിരുന്നത്. അതിനിടയ്ക്ക് ഇന്ത്യൻ 2 തട്ടിക്കൂട്ടി ചെയ്തതായിരിക്കും. ഇന്ത്യൻ 3 ബെറ്റർ ആവുമെന്ന് വിചാരിക്കുന്നത്. ഇന്ത്യൻ 2 ലാസ്റ്റ് തട്ടിക്കൂട്ടി എടുത്തത്, പക്ഷേ കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കാം. നോർമൽ മൂവിയാണ്, കുഴപ്പമില്ല. അത്രേ പറയാൻ പറ്റും. ശങ്കറിന്റെ സാധാ ഒരു മൂവി പോലെ തന്നെയാണ്, അത്രയൊന്നുമില്ല. വെറുതെ ഒരു നമ്മുടെ ഇന്ത്യൻ 2 ക്ഷീണമൊക്കെ മാറും ഇത് കാണാം. ഇന്ത്യൻ 2 പോലെ തന്നെയാണ്, വേറെ അത്രേ ഉള്ളൂ. അപ്പൊ നല്ല ക്ഷീണിക്കും, അത്രേ ഉള്ളൂ. എങ്ങനെയുണ്ട്? ബേക്കെന്ന് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ കൊള്ളാം, സിനിമ കൊള്ളാം. അല്ല, അത് തന്നെ ശങ്കറിൻ്റെ എല്ലാ സിനിമ കാണുമ്പോൾ തന്നെയാണ്, പക്ഷേ അത് എടുത്തിരിക്കുന്ന രീതികൾ കൊള്ളാം. ഒരു ഇമോഷണൽ സീനായിട്ട് കൊള്ളാം, കുഴപ്പമില്ല. നോർമൽ രീതി തന്നെ. ഇന്ത്യൻ 2 ഇതൊന്നും പറഞ്ഞിറക്കിയെങ്കിലും മറ്റേ നെഗറ്റീവ് ആക്കേണ്ടി വരില്ലായിരുന്നു.